2022 പുറത്തിറങ്ങിയ വിയറ്റ്നാമീസ് ചലച്ചിത്രം ബാഡ് ബ്ലഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ലാം എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലാം നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു അസാസിനായിരുന്നു, ഒരു ഹിറ്റ്മാൻ. അന്ന് തന്റെ ദൗത്യശേഷം ലാം വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ലാമിനെ കാത്തിരുന്നത്. ലാമിന്റെ കുടുംബം മുഴുവനും ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ടിരുന്നു. ഒരു മാഫിയ സംഘമായിരുന്നു അവരെ കൊലപ്പെടുത്തിയിരുന്നത്. തന്റെ പ്രിയപ്പെട്ടവരുടെ കൊലപാതകങ്ങൾ ലാമിന്റെ ദേഷ്യത്തെ ആളിക്കത്തിച്ചു. പ്രതികാരം തീർക്കുവാൻ ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ലാം തന്റെ പെട്ടിയിൽ നിന്നും ഒരു വാളെടുത്തു. അവിടെ നിന്നും മാഫിയ സംഘത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഫൈറ്റും പോരാട്ടവുമായിരുന്നു. മാഫിയ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും വളരെ ക്രൂരമായി തന്നെ ലാം കൊലപ്പെടുത്തി. ശേഷം മാഫിയ ഗ്രൂപ്പിന്റെ ബോസിന്റെ അടുത്തേക്കും ലാം എത്തിച്ചേർന്നു. അവിടെയും ശക്തമായ ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഒടുവിൽ മാഫിയ സംഘത്തിലെ ഒരാൾ പോലും ബാക്കിയാവാതെ ലാം ഏവരെയും കൊന്നുതള്ളിക്കളഞ്ഞു. പിന്നീട് 20 കൊല്ലക്കാലം അങ്ങ് കടന്നുപോയി. ലാം ഇപ്പോൾ ഒരു സാധാരണക്കാരനായി വിയറ്റ്നാമിലെ ഒരു ഗ്രാമത്തിൽ രണ്ടാമതൊരു വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. ജീവിക്കാനായി ഓരോ ചെറിയ ചെറിയ ജോലികളും ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും തന്റെ ചെറിയ ജോലികൾ തീർത്ത ശേഷം ലാം തന്റെ വീട്ടിലേക്ക് തിരികെ എത്തും. ലാം വിധവയായ ഒരു സ്ത്രീയായിരുന്നു വിവാഹം കഴിച്ചത്. ലാം വിവാഹം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഹിയൻ എന്നു പേരുള്ള ഒരു മകളുമുണ്ട്. ലാം അവളെ സ്വന്തം മകളെ പോലെ വളർത്തി. ഒരു ദിവസം പുറത്തുപോയി വന്ന ഹിയൻ തന്റെ അമ്മയ്ക്കടുത്ത് താൻ ടിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെട്ടെന്നും അദ്ദേഹം തനിക്ക് സിറ്റിയിൽ നല്ലൊരു ജോബ് ഓഫർ നൽകിയിട്ടുണ്ട്, അതിന് പോവാൻ താൻ താല്പര്യപ്പെടുന്നു എന്നും പറഞ്ഞു. ഈ പറഞ്ഞ ടിയൻ എന്ന വ്യക്തിയെ എത്ര നാൾ പരിചയമുണ്ട് എന്നായിരുന്നു അമ്മയുടെ മറുചോദ്യം. ഒരാഴ്ച മുമ്പേ പരിചയപ്പെട്ടിട്ടുള്ളൂവെന്നും, പക്ഷെ ടിയനിന്റെ സംസാരത്തിൽ നിന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു വ്യക്തിയായി എനിക്ക് തോന്നിയെന്നും ഹിയൻ മറുപടി പറഞ്ഞു. പക്ഷേ അതൊന്നും അമ്മയ്ക്കത്ര ശരിയായി തോന്നുന്നുണ്ടായിരുന്നില്ല. ലാമും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തനിക്ക് ആ കുഗ്രാമത്തിൽ ജീവിച്ചു മതിയായെന്നും അച്ഛനും അമ്മയും സമ്മതിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്നും ഹിയൻ വാശി പിടിച്ചു. മോളുടെ സേഫ്റ്റിയെ കരുതിയ അമ്മ കൺസേൺ ആയിട്ട് ഓരോന്ന് പറയുന്നത്, അല്ലാതെ മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഹിയൻ ശടിച്ചു തന്നെ നിന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ലാമും ലാമിന്റെ ഭാര്യയും ഹിയനിനെ സിറ്റിയിലേക്ക് പോവാൻ സമ്മതിച്ചു. ആദ്യം ജോബ് ഇന്റർവ്യൂ ഉണ്ട് എന്നായിരുന്നു അവരോട് അവൾ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും പോയി കഴിഞ്ഞ് കൃത്യമായി തിരികെ എത്തണമെന്നും എപ്പോഴും അമ്മയെ വിളിച്ച് ഓരോ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്നും ലാം പ്രത്യേകം മോൾക്ക് ഇൻസ്ട്രക്ഷൻ നൽകി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഹിയൻ ടിയനിനെ നേരിൽ കണ്ടു. ശേഷം അവന്റെ സ്കൂട്ടറിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അവിടെ ടൈലർ ഷോപ്പ് നടത്തുന്ന വ്യക്തി അവരിരുവരും ഒന്നിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. സമയം വൈകുന്നേരമായി. ഹിയനിൽ നിന്നും അത്ര നേരമായിട്ടും ഒരു വിവരവുമില്ല. ഹിയനിന്റെ അമ്മ വല്ലാതെ പരിഭ്രാന്തിയാവാൻ ആരംഭിച്ചു. ഭാഗ്യത്തിന് ആ സമയം ഹിയനിന്റെ ഒരു വീഡിയോ കോൾ അവരെ തേടിയെത്തി. താൻ സുരക്ഷിതമായി സിറ്റിയിലെത്തിയെന്നും ഉടൻ തന്നെ ഇന്റർവ്യൂ നടക്കുമെന്നുമായിരുന്നു അവൾ അവരെ അറിയിച്ചത്. ലാമിനും ഹിയനിന്റെ അമ്മയ്ക്കും അപ്പോൾ മാത്രമായിരുന്നു സമാധാനമായതും. ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞയുടൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ അമ്മ അവളോട് പറഞ്ഞു. ഹിയൻ വെയിറ്റ് ചെയ്തിരുന്നിടത്ത് ഒരു സ്ത്രീ വന്നപ്പോൾ തന്റെ ജോബ് ഇന്റർവ്യൂവിനെ പറ്റി അവൾ ആ സ്ത്രീയോട് ചോദിച്ചു. പക്ഷേ ആ സ്ത്രീ ഒന്നും വിട്ടുപറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞതും ടിയൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ടിയനിന്റെ കൂടെ കുറച്ചധികം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു യാഥാർത്ഥ്യം ഹിയൻ മനസ്സിലാക്കുന്നത്. ടിയൻ യാഥാർത്ഥ്യത്തിൽ ഒരു മാഫിയ സംഘത്തിന്റെ നേതാവാണ്. പെൺകുട്ടികളെ കടത്തി അവരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും സെക്സ് റാക്കറ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന സംഘത്തിന്റെ തലവൻ. ഹിയനെയും അത്തരത്തിൽ വിൽക്കുവാൻ വേണ്ടി അവൻ കെണിയിൽപ്പെടുത്തിയതാണ്. അപകടം മനസ്സിലാക്കിയ ഹിയൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. ഹിയൻ അവരുടെ തന്നെ പിടിയിലകപ്പെട്ടു. ലാമും ഹിയനിന്റെ അമ്മയും മകൾ തിരിച്ചു വരുന്നതും കാത്ത് രാത്രി മുഴുവനും നോക്കിയിരുന്നു. ഏറെ വൈകിയിട്ടും മകൾ എത്തിയിരുന്നില്ല. അവർ വല്ലാതെ വറീഡാവാൻ ആരംഭിച്ചു. 2 മണി കഴിഞ്ഞതിൽ പിന്നെ ഹിയനിന്റെ ഫോണിലേക്ക് കോൾ പോലും പോകുന്നുണ്ടായിരുന്നില്ല. അതോടെ അമ്മയുടെ പരിഭ്രാന്തിയും വർദ്ധിച്ചു. അടുത്ത ദിവസം തന്റെ മകളെ കാണാനില്ല എന്ന പരാതി കൊടുക്കുവാൻ ലാമും ഹിയനിന്റെ അമ്മയും നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നിരവധി പെൺകുട്ടികൾ ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്നും പാരന്റ്സിനൊക്കെ പെൺകുട്ടികളെ സൂക്ഷിക്കാൻ തങ്ങൾ നിർദ്ദേശം കൊടുത്തിരുന്നുവെന്നും 48 മണിക്കൂറെങ്കിലും
സമയമെടുക്കും അന്വേഷണം ആരംഭിക്കാൻ എന്നുമായിരുന്നു പോലീസിന്റെ മറുപടി. അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അതോടെ ലാമിന് മനസ്സിലായി. ലാം തന്റെ തന്നെ രീതിയിൽ മകളെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. നഗരത്തിലും ഗ്രാമത്തിലും ചുറ്റിക്കറങ്ങി മകളെ കണ്ടിരുന്നോ എന്നും എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ എന്നും ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു സൂചനയും ലാമിന് ലഭിച്ചിരുന്നില്ല. പക്ഷെ ഒടുവിൽ ലാം ആ ടൈലർ ഷോപ്പിന്റെ മുമ്പിലെത്തി. ആ ടൈലറിൽ നിന്നും ലാം വിവരമറിഞ്ഞു. തലേ ദിവസം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പയ്യൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നെന്നും ഹിയം ആ യുവാവിന്റെ ഒപ്പം പോയെന്നുമായിരുന്നു അത്. ആ പയ്യൻ ഇവിടെ നിൽക്കുമ്പോൾ തന്റെ 2 കസ്റ്റമേഴ്സ് ഇവിടെ വന്നിരുന്നുവെന്നും അവരെന്ന തന്റെ ഒപ്പം ഒരു സെൽഫി പകർത്തിയിരുന്നെന്നും അതിൽ ആ പയ്യൻ പെട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ ടൈലർ ആ സെൽഫിയും എടുത്ത് കാണിച്ചു കൊടുത്തു. ടിഎന്നിന്റെ ചിത്രം ആ ഫോട്ടോയിൽ വ്യക്തമായിരുന്നു. വൈകാതെ ടിഎന്നാണ് ജോലി അവൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നതെന്നും അവൻ തന്നെയായിരിക്കും മകൾ ഹിയനിന്റെ മിസ്സിംഗിന്റെ പിന്നിലെന്നും ലാം പൂർണ്ണമായും ഉറപ്പിച്ചെടുത്തു. പക്ഷെ ടിഎൻ എന്ന ആ യുവാവ് ആരെന്ന് ലാമിന് അറിയണമായിരുന്നു. തന്റെ ഒരു പഴയ സുഹൃത്ത് ലൂവിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൻ തീരുമാനിച്ചു. മാർക്കറ്റിലെ ലോക്കൽ ഗ്യാങ്ങിന്റെ ലീഡറാണ് ലൂ. ലൂവിന്റെ അടുക്കൽ കാര്യം പറഞ്ഞ ലാം ടിഎന്നിന്റെ ഫോട്ടോ അവനെ കാണിച്ചു. ഫോട്ടോ കണ്ടതും ലൂ അല്പം വല്ലാതായിരുന്നു. പണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ലൂ ലാമിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പരസ്പരം അത്രമേൽ അറിയുന്നവരുമായതുകൊണ്ടും ലൂ കാര്യങ്ങൾ ലാമിനോട് പറഞ്ഞു. ടിഎൻ മനുഷ്യക്കടത്ത് സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ്. പെൺകുട്ടികളെ കടത്തി സെക്സ് റാക്കറ്റിങ്ങിനും മറ്റും ഉപയോഗിക്കലാണ് അവന്റെ പ്രധാന തൊഴിൽ. ടിഎന്റെ ലൊക്കേഷൻ കണ്ടെത്തുവാൻ ലൂ തന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു. വൈകാതെ ലൂവിന്റെ സഹായത്തോടെ ലാം ടിഎന്നും സംഘവുമുള്ള ഇടം കണ്ടെത്തി. അവരപ്പോൾ ഉള്ളത് ഒരു മസാജ് പാർലറിലായിരുന്നു. ലാം വൈകാതെ തന്നെ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. പോകുന്നതിനു മുമ്പ് തന്റെ ആളുകളെ സഹായത്തിന് വിട്ടുതരാം എന്ന് ലൂ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് തനിച്ചായിരുന്നു ലാം പോയത്. മസാജ് പാർലറിൽ എത്തിയ ലാമിന് അകത്തേക്ക് കടക്കുവാൻ തടസ്സം നേരിട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും അയാൾ അകത്തേക്ക് കടന്നു. ആദ്യഘട്ടത്തിൽ ടിഎന്നിന്റെ ശെങ്കിടികൾ ലാമിനെ എതിരിടാനെത്തി. അവരെ ശക്തമായ ഫൈറ്റിനൊടുവിൽ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയ ശേഷം ലാം അകത്തേക്ക് കടന്നു ചെന്നു. മസാജിന് കിടക്കുകയായിരുന്ന ടിഎന്നിന്റെ കഴുത്തിൽ ബെൽറ്റ് മുറക്കി അവനെ കൊലപ്പെടുത്താൻ തക്കത്തിന് ഭീഷണിപ്പെടുത്തി മകൾ ഹിയനിനെ പറ്റി ചോദിച്ചു. തന്റെ മുമ്പിൽ മറ്റു വഴികളിലെന്ന് കണ്ടതും ടിഎൻ സത്യം പറഞ്ഞു. താൻ ഹിയനിനെ വിറ്റു എന്നായിരുന്നു അവന്റെ മറുപടി. ഇപ്പോൾ അവൾ എവിടാണുള്ളതെന്നും തനിക്കറിയില്ല എന്നും അവൻ വ്യക്തമാക്കി. താൻ അവളെ വിറ്റത് ഒരു ഇന്റർനാഷണൽ മാഫിയ ഗ്രൂപ്പിനാണെന്നും താൻ എന്ന വ്യക്തിയെ സമീപിച്ചാൽ അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്നും അവൻ കൂട്ടിച്ചേർത്തു. സെൻട്രൽ മാർക്കറ്റ് പരിസരത്ത് അവൻ ഉണ്ടാകും എന്നും ടിഎൻ പറഞ്ഞു വെച്ചു. വൈകാതെ ലാം സെൻട്രൽ മാർക്കറ്റ് ഏരിയയിലേക്ക് പുറപ്പെട്ടു. അല്പം നീണ്ട ശ്രമത്തിനൊടുവിൽ ലാം താനിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. താനൊരു ഇന്റർനാഷണൽ മാഫിയ ഗ്രൂപ്പിലെ പ്രധാന അംഗങ്ങളിൽ ഒരാളായിരുന്നു. താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ലാമിനും താനിനും ഇടയിൽ ഒരു ചേസ് തന്നെ സംഭവിച്ചു. പക്ഷേ ആ ചേസിനിടയിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ച് ലാം വീണതോടെ താൻ രക്ഷപ്പെട്ടു പോയി. തൊട്ടു പിന്നാലെ ഒരു പോലീസുകാരൻ ലാമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസുകാരൻ ലാമിനെ കൂട്ടിക്കൊണ്ടുപോയത് തന്റെ സുപ്പീരിയറിന്റെ അടുത്തേക്കായിരുന്നു. ലാം എന്തിനാണ് താനിനെ ഫോളോ ചെയ്യുന്നത് എന്ന് സുപ്പീരിയർ ചോദിച്ചു. തന്റെ മകൾ ഹിയനിനെ താനിന്റെ ഗ്രൂപ്പ് കിഡ്നാപ്പ് ചെയ്തെന്നും അതന്വേഷിക്കാനാണ് താനിന്റെ പിന്നാലെ താൻ പോയത് എന്നും ലാം വ്യക്തമാക്കി. ഒക്കെ കേട്ടതും സുപ്പീരിയർ പോലീസ് ചീഫ് ലാമിനെ വിലക്കാൻ ശ്രമിച്ചു. പോലീസ് സംഘം ഇപ്പോൾ താനിന്റെ ഗ്രൂപ്പിന് പിന്നാലെയാണെന്നും ലാം അതിനിടയിൽ വന്നാൽ പോലീസിനത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുമായിരുന്നു പോലീസ് ചീഫ് പറഞ്ഞത്. ലാമിന് ശേഷം പറഞ്ഞുവിടുമ്പോൾ പോലീസ് ചീഫ് ലാമിനെ കൊണ്ടുവന്ന ഡിറ്റക്റ്റീവിനോട് പ്രത്യേകം പറഞ്ഞു ലാമിന് മേൽ ഒരു കണ്ണു വെക്കണം. ഇതേ സമയം ഗ്രാമത്തിൽ ലാമിന്റെ വീട്ടിൽ ടിഎന്നും ആളുകളും എത്തുകയായിരുന്നു. ലാം തങ്ങളെ എതിരിട്ടതിലുള്ള പ്രതിഷേധം അറിയിക്കാനായിരുന്നു ടിഎൻ അങ്ങോട്ടേക്ക് എത്തിയത്. വീട്ടിലെ സാധനങ്ങൾ തല്ലിത്തകർത്ത് ലാമിന്റെ ഭാര്യയെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. വൈകാതെ വിവരമറിഞ്ഞ് ലാമും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. പക്ഷേ ഭാര്യയെ ബന്ദിയാക്കി ലാമിനെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ലാം നിസ്സഹായനായി നിന്നു. ഒടുവിൽ ലാമിനെ കൊലപ്പെടുത്തുമെന്ന ഘട്ടം എത്തിയപ്പോൾ അയൽവാസി പോലീസ് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ടിഎന്നും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇതേ സമയം നീല മുടിയുള്ള ഒരു പെൺകുട്ടി ഇതൊക്കെ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാമിനെ കുറച്ചുനേരം നോക്കി നിന്ന അവർ ശേഷം അവിടെ നിന്നും പോയി. അവശതയിൽ ലാം ഭാര്യയ്ക്കടുത്തേക്ക് ചെന്നു. നിറക്കണ്ണുകളോടെ ഭാര്യ ലാമിനോട് തങ്ങളുടെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. ലാം
ലാം അതിന് സമ്മതം മൂളി. അവന്റെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണത തെളിഞ്ഞു നിന്നിരുന്നു. ഇതേസമയം ഹിയൻ ആകട്ടെ മറ്റ് പെൺകുട്ടികൾക്കൊപ്പം എവിടെയോ ബന്ദിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കംബോഡിയയിലേക്ക് അവരെയൊക്കെയും കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. പിന്നാലെ ഇന്റർനാഷണൽ മാഫിയ ബോസ് ടങ്ങിനെ നമ്മൾ പരിചയപ്പെടുന്നു. നീലമുടിക്കാരി പെൺകുട്ടിയാകട്ടെ ടങ്ങിന്റെ അസോസിയേറ്റ് ആണ്. അതേപോലെ താനും ടങ്ങിന്റെ വലങ്കൈയായിരുന്നു. ടിയൻ ആ പെൺകുട്ടിയെ തങ്ങക്ക് വിറ്റതിൽ ടങ് വലിയ ക്ഷുഭിതനായിരുന്നു. കാരണം നീലമുടിക്കാരി പെൺകുട്ടി ലാമിനെ തിരിച്ചറിഞ്ഞിരുന്നു. ലാം ഒരു നൊട്ടോറിയസ് ഹിറ്റ്മാൻ ആണ് എന്നവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ലാം തങ്ങളുടെ സംഘത്തിന് ഭീഷണിയാകും എന്ന് ടങ് ഭയന്നു. എത്രയും വേഗം ലാമിനെ വകവരുത്തിയേക്കാൻ നീലമുടിക്കാരി സ്ത്രീക്ക് ടങ് നിർദ്ദേശം കൊടുത്തു. ലാമാകട്ടെ തുടരന്വേഷണത്തിനായി തന്റെ ഒരു പരിചയക്കാരൻ ഹിറ്റ്മാനെ കാണാൻ പോവുകയായിരുന്നു. നടന്ന കാര്യങ്ങൾ ലാം തന്റെ പരിചയക്കാരനുമായി പങ്കുവെച്ചു. വിവരങ്ങൾ ആ ഹിറ്റ്മാനിൽ നിന്നും ലഭിച്ചു. ഇന്റർനാഷണൽ മാഫിയ ഗ്രൂപ്പിന്റെ തലവന്റെ പേര് ടങ് എന്നാണ്. ടങ്ങിന്റെ വലങ്കൈയാണ് താൻ. പിന്നെ നീലമുടിക്കാരി ഒരു സ്ത്രീയുമുണ്ട്. അവരിരുവരും ചേർന്നിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ടങ്ങിനെ എവിടെ ചെന്നാൽ കണ്ടുകിട്ടും എന്ന് ലാം തിരക്കി. ടങ്ങിന് സിറ്റി സെന്ററിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ടെന്നും അവിടെ ചെന്നാൽ അയാളെ കണ്ടുകിട്ടിയേക്കും എന്നുമായിരുന്നു ഹിറ്റ്മാന്റെ മറുപടി. സമയം വേസ്റ്റാക്കാൻ ലാമിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അയാൾ നേരെ ടങ്ങിന്റെ ആർട്ട് ഗാലറിയിലേക്ക് വെച്ചുപിടിച്ചു. ലാമിന്റെ വരവ് മുൻകൂട്ടി തന്നെ അവിടെ അറിഞ്ഞിരുന്നു. ആർട്ട് ഗാലറിയുടെ പുറത്തെത്തിയതും അവിടെ പുറത്തു കിടന്നിരുന്നൊരു മനുഷ്യനെ വിളിച്ചുണർത്തി ലാം അയാൾക്ക് കുറച്ച് പണവും ശേഷം ലൂവിന്റെ നമ്പറും കൊടുത്തു. 1 മണിക്കൂറിനുള്ളിൽ താൻ തിരിച്ചു വന്നില്ലെങ്കിൽ ആ നമ്പറിൽ ലൂവിനെ വിളിക്കാനും ആവശ്യപ്പെട്ടു. ലാം ആർട്ട് ഗാലറിയുടെ അകത്തേക്ക് കയറി. പക്ഷേ ആർട്ട് ഗാലറിക്കകത്ത് ആദ്യം തന്നെ ലാമിന് ടങ്ങിന്റെ കയ്യാളുകളെ നേരിടണമായിരുന്നു. ഓരോ ഘട്ടത്തിലും പ്രതിമകളെ പോലെ പ്രതിമകൾക്കിടയിൽ തന്നെ സ്ഥാനം പിടിച്ച ടെങ്ങിന് ചെങ്കിടികൾ. പക്ഷേ ഏറെ എക്സ്പീരിയൻസ്ഡ് ആയ ലാമിന് തന്റെ ഇൻസ്റ്റിങ്റ്റുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറഞ്ഞിരിക്കുന്നവരെ കണ്ടെത്താനും അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനും ലാമിനായി. ഓരോ സ്റ്റേജിലുമുള്ള പ്രതിമകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചെങ്കിടികളെ ലാം നേരിട്ടു. ഒടുവിൽ ലാം എത്തിച്ചേർന്നത് വലിയൊരു റൂമിലേക്കായിരുന്നു. അവിടെ മ്യൂസിക്കൽ എക്യുപ്മെന്റ്സുമായി കുറച്ച് ലേഡികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരും ടങ്ങിന്റെ പോരാളികളാണ്. മുമ്പ് നേരിട്ടവരെക്കാൾ കൂടുതൽ കരുത്തരായിരുന്നു അവർ. അവരുമായും ലാം ഫൈറ്റ് ചെയ്തു. തന്റെ മികച്ച കഴിവുകൾ കൊണ്ട് ഏറ്റവും ഒടുവിൽ അവരെയൊക്കെയും ലാം തറപറ്റിക്കുകയുമുണ്ടായി. വീണ്ടും ടങ്ങിനെ കാണുവാൻ ലാം മുമ്പോട്ട് നടന്നു. പക്ഷേ അവിടെ ഒരു കെണിയുണ്ടായിരുന്നു. ആ വലക്കെണിക്കകത്ത് ലാം പെട്ടു. ചെങ്കിടികൾ ലാമിനെ വലിച്ചു ബന്ദിയാക്കി നിർത്തി. ആ സമയം അങ്ങോട്ടേക്ക് ടങ് മറ്റു ചെങ്കിടികൾക്കൊപ്പം കടന്നു വന്നു. ലാമിന്റെ പാസ്റ്റിനെ പറ്റിയൊക്കെ തനിക്ക് അറിയാമെന്നും പക്ഷേ ഇപ്പോൾ ലാമിനൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പവർലെസ് ആണ് എന്നൊക്കെ പറഞ്ഞ ടങ് തന്റെ വലങ്കൈ താനിനടുക്കൽ ലാമിനെ കൈകാര്യം ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ തന്റെ ആർട്ട് ഗാലറിയിൽ ഇവന്റെ ഒരു തുള്ളി രക്തം വീണുപോകരുത് എന്നും വാൺ ചെയ്തു. ടങ് പോയതിന് പിന്നാലെ ഒരു ദയ്യുമില്ലാതെ താൻ ലാമിനെ മർദ്ദിച്ചു. ശേഷം തന്റെ ശിങ്കിടികളോട് അവനെ കൊണ്ടുപോയി കൊന്നുതള്ളാൻ പറഞ്ഞു. ലാം പോകുന്നതിനു മുമ്പ് താൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ആശുപത്രിയിലായിരുന്ന ലാമിന്റെ ഭാര്യയുടെ അടുത്ത് താൻ ചെന്നിരുന്നുവെന്നും അവരെ ബ്രൂട്ടലായി കൊലപ്പെടുത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുമായിരുന്നു അത്. താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുവാൻ ലാമിന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലസും താൻ എടുത്തു കാണിച്ചു. അത് ലാമിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. പിടിച്ചുവെച്ച ശിങ്കിടികളെ വലിച്ചെറിഞ്ഞ് താനിനെ ആക്രമിക്കാൻ ലാം ഒരുങ്ങിയെങ്കിലും ഇലക്ട്രിക് ഡിവൈസ് ഉപയോഗിച്ച് താൻ ലാമിനെ ഷോക്കടിപ്പിച്ചു വീഴ്ത്തി. ലാമിനെ താങ്ങിന്റെ ആളുകൾ പൊക്കിയെടുത്ത് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലൂവും സംഘവും വന്നെത്തിയിരുന്നു. അവിടെ നിന്നും ലാമിനെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പിറ്റേന്ന് ലാമിന് ബോധം വരുമ്പോൾ ലാം ലൂവിന്റെ അടുത്തായിരുന്നു. ലൂവിനെ കണ്ടതും ലാമിനൽപ്പം സമാധാനം തോന്നി. ലാം തന്റെ ഭാര്യയെപ്പറ്റി ലൂവിനോട് ചോദിച്ചു. ദുഃഖത്തോടെ അവർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ലൂ പറഞ്ഞത്. നിലവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രാജ്യം വിട്ട് ഹിയനിനെ കൊണ്ടുപോകുന്നതിന് മുമ്പേ അവളെ രക്ഷപ്പെടുത്തലാണ്. തന്റെ അന്വേഷണത്തിൽ ഹിയനിനെ ഒരു ഷിപ്പിലാക്കി ഇവിടെ നിന്ന് മാറ്റം ചെയ്യാൻ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാ കണ്ടെത്തിയത് എന്ന് ലൂ ലാമിനെ അറിയിച്ചു. വിവരം അറിഞ്ഞതും ഹിയനിനെ രക്ഷപ്പെടുത്താൻ പോകുവാൻ ലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. താനും സംഘവും ലാമിനെ അസിസ്റ്റ് ചെയ്യാൻ വരാമെന്ന് ലൂ പറഞ്ഞെങ്കിലും ഇപ്പോൾ തന്നെ ലൂ തനിക്ക് ആവശ്യം
ആവശ്യത്തിലധികം ചെയ്തു കഴിഞ്ഞു. നിങ്ങളും അപകടത്തിലാവേണ്ട കാര്യമില്ല, ഞാൻ തനിച്ച് ഡീല് ചെയ്തോളാം എന്ന് പറഞ്ഞ് ലാം പോവുകയായിരുന്നു ചെയ്തത്. വൈകാതെ ഹാർബറിലേക്ക് ലാം എത്തി. അവിടെ നിന്ന് സ്പീഡ് ബോട്ട് എടുത്ത് ലൂവിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വിശദീകരണം ഉപയോഗിച്ച് കപ്പൽ കണ്ടെത്തുവാൻ കടലിലൂടെ യാത്ര തിരിച്ചു. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ ലൂ പറഞ്ഞതിന് പ്രകാരമുള്ള ഷിപ്പിലേക്ക് ലാമിന് എത്തിച്ചേരാൻ സാധിച്ചു. ഹിയനെയും മറ്റ് ബന്ദികളെയും ആ ചെറിയ ഷിപ്പിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തരത്തിൽ ലാം ആ ഷിപ്പിനകത്തേക്ക് കയറി. ശേഷം ടങ്ങിന്റെ കയ്യാളുകളിൽ ഓരോരുത്തരെയായി എതിരിടാൻ തുടങ്ങി. പക്ഷേ അത്തരത്തിൽ ഓരോരുത്തരെയും പരാജയപ്പെടുത്തി മുമ്പിലേക്ക് കയറി ചെന്ന് ലാം കണ്ടത് അവിടെ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ടങ്ങിന്റെ കയ്യാളുകളെയായിരുന്നു. ഒറ്റയ്ക്ക് അവരെ ഒന്നിച്ചു നേരിടാൻ സാധിക്കില്ല എന്ന് ലാമിന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഒടുവിൽ ലാം പിടികൂടപ്പെടും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഭാഗ്യവശാൽ ആ സമയം ലൂവും സംഘവും അങ്ങോട്ടേക്ക് അവന് പിന്നാലെ എത്തിച്ചേർന്നിരുന്നു. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ടങ്ങിന്റെ വലങ്കയ്യായ ബ്ലൂ ഹെയർ സ്ത്രീയായിരുന്നു ലൂ എതിരിട്ടത്. ശക്തമായ പോരാട്ടം നടന്നു. പക്ഷെ ലൂ കൊല്ലപ്പെടും എന്ന ഘട്ടം എത്തിയപ്പോൾ ആ സംഘത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് കൃത്യസമയം അവിടെ എത്തിച്ചേർന്നു. ഡിറ്റക്റ്റീവ് ആ ഫൈറ്റിൽ ഇടപെട്ടു. പിന്നെ നടന്ന പോരാട്ടത്തിൽ പോലീസ് ഡിറ്റക്റ്റീവ് നീലമുടിക്കാരി സ്ത്രീയെ വകവരുത്തുകയും ചെയ്തു. പോരാട്ടം ലാമിലേക്കും ടങ്ങിലേക്കും എത്തിച്ചേർന്നിരുന്നു. നീണ്ട ഫൈറ്റിനൊടുവിൽ ലാം ടങ്ങിനെ അടിച്ചു വീഴ്ത്തി. ഫൈനൽ ബ്ലോക്ക് തൊട്ടു മുമ്പ് ലാം പിന്നിൽ നിന്നും ആക്രമിക്കപ്പെട്ടു. താനായിരുന്നു ലാമിനെ പിന്നിൽ നിന്ന് ആക്രമിച്ചത്. അതോടെ ലാമും താനും തമ്മിൽ ശക്തമായ ഫൈറ്റ് ആരംഭിച്ചു. താനിനെതിരെ ശക്തമായ ഫൈറ്റ് നടത്തിയ ലാം അവനൊടുവിൽ കടലിലേക്കിട്ടു. ഈ സമയം ലൂ ഹിയനും മറ്റു പെൺകുട്ടികളും ബന്ദിയായ ഇടം കണ്ടെത്തുകയും പെൺകുട്ടികളെ മോചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഹിയൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഹിയനെ ബന്ദിയാക്കി തങ് ലാമിനെതിരെ നീങ്ങുകയായിരുന്നു. ആ സിറ്റുവേഷൻ കാമായി നിലനിർത്താൻ ലാം പരമാവധി ശ്രമിച്ചു. തന്റെ മകൾ ഹർട്ട് ചെയ്യപ്പെടരുത് എന്നവനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഹിയൻ ടങ്ങിന്റെ കൈ കടിച്ചു. ആ തക്കത്തിന് ലാം അവനെ ആക്രമിക്കുകയും ചെയ്തു. ഫൈനൽ ബ്ലോ കൊടുത്ത് ടങ്ങിനെ ഇല്ലാതാക്കാൻ ആദ്യം ലാം തുനിഞ്ഞെങ്കിലും അവന്റെ ജീവൻ പോലീസിനായി വെറുതെ വിട്ടുകൊടുക്കാൻ ലാം തീരുമാനിച്ചിരുന്നു. ലാം അവിടെ നിന്നും മകൾ ഹിയനിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ ടങ്ങാകട്ടെ ആ സമയം ലാമിനെ പിന്നിൽ നിന്ന് കുത്തി. അതിനോടകം വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന പോലീസ് ചീഫ് ആ കാഴ്ച കണ്ട് ടങ്ങിനെ വെടിവെച്ചു കൊന്നു. ഹിയൻ ഓടിവന്ന് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ലാം അവശനായി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിലേക്കും ലാം മാറ്റപ്പെട്ടു. മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കൊടുവിൽ ലാം തന്റെ കണ്ണു തുറന്നു. ശേഷം ലാമും ഹിയനും ചേർന്ന് ഹിയനിന്റെ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്തു. തന്റെ അമ്മയുടെ വാക്കന്ന് കേട്ടിരുന്നെങ്കിൽ, ഒച്ചയുണ്ടാക്കി താൻ പോവാതിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നവൾ കുറ്റബോധത്തോടെ പറഞ്ഞു. ലാം ഹിയനെ ആശ്വസിപ്പിച്ചു. അവളുടെ കൂടെ അവളെ സംരക്ഷിച്ച് താനുണ്ടാവും എന്നവൻ വാക്കുകൊടുത്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ വിയറ്റ്നാമീസ് ത്രില്ലർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.